തിരുവനന്തപുരം സത്യപ്രതിജ്ഞ ചെയ്ത് വി രാജേഷ് അധികാരമേറ്റിരിക്കുക. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. നേരിയ ഭൂരിപക്ഷമേ ഉണ്ടെങ്കിലും ഭൂരിപക്ഷം തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്രം അവരുടെ ഒരു പരീക്ഷണശാലയായി, കേരളത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒരു പരീക്ഷണശാലയായി തിരുവനന്തപുരത്തെ മാറ്റും. തീർച്ചയായിട്ടും മാറ്റും. ജനുവരി ഏത് ദിവസമൊന്നും തീരുമാനിച്ചിട്ടില്ല എങ്കിലും ജനുവരി 9 തമിഴ്നാട് സന്ദർശിക്കുന്നുണ്ട്. മിക്കവാറും അതിനോടനുബന്ധിച്ച് തന്നെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കും. ഈ തിരുവനന്തപുരത്തിന് ഒരു മെട്രോ എന്തായാലും ഉറപ്പാണ്. കാരണം തിരുവനന്തപുരത്ത് വളരെ അത്യാവശ്യമുള്ളൊരു സൗകര്യമാണത്. വേറെ എന്തെല്ലാം പശ്ചാത്തല സൗകര്യങ്ങളായിരിക്കും തിരുവനന്തപുരത്തുകാർക്ക് പ്രതീക്ഷിക്കാവുന്നത്? കാരണം ഇപ്പം പിടിച്ചിരിക്കുന്ന ഇനി ഒരിക്കലും നഷ്ടപ്പെടാതെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ നരേന്ദ്രമോദിയും അമിത്ഷായും അവിടെ ചെയ്തിരിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. BJP വന്നാൽ വികസനം എത്തും എന്നുള്ളൊരു സന്ദേശം RC ആദ്യമൊക്കെ കൊടുത്താണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ BJP വന്നിട്ടുള്ളിടത്തെല്ലാം വികസനം ആ സംസ്ഥാനത്തിന് ഉതകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP വരുന്നിടത്ത് BJPയെ മാറ്റി തീരുമാനിക്കാൻ ജനമില്ലാത്തതും അല്ലെങ്കിൽ അങ്ങനെ സാധിക്കാത്തതും. അപ്പോൾ അതിന് ഇവിടെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനിൽ കൂടെ നടക്കത്തുള്ളൂ. ഒരുപക്ഷെ കോർപ്പറേഷൻ കൂടി അത് വളരെ വലിയ വലുപ്പത്തിൽ നടത്തുവാൻ പറ്റും. തലസ്ഥാനമാണ്. തലസ്ഥാനമാകുമ്പോൾ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. തലസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ എത്ര സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അവിടെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പ്രാപ്തമുള്ളവരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് ശശി തരൂർ ജയിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുമ്പോഴും നേരിയ ഭൂരിപക്ഷത്തിൽ എത്ര രാഷ്ട്രീയം പറയുമ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ജനത്തിന് താല്പര്യമില്ലാത്തപ്പോഴും ബാക്കിയുള്ളിടത്തെല്ലാം അവഗണിക്കപ്പെടുമ്പോഴും ശശി തരൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അയാളെ പറ്റിയുള്ള ഒരു ധാരണയുടെ പുറത്ത് പറ്റുന്ന പാർട്ടിയല്ല. തരൂര് കൊള്ളാം, അല്ലെങ്കിൽ പല കാര്യത്തിനും കൊള്ളാം. നാളെ കാലത്തെ ഈ തിരുവനന്തപുരത്തിന് പറ്റിയ MP ആണ്, അല്ലെങ്കിൽ കേരളത്തിന് പറ്റിയ ഒരാളാണ്, അത്രയ്ക്ക് കാര്യപ്രാപ്തി ഉള്ളവനാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് തിരുവനന്തപുരം കോർപ്പറേഷനെ 42 കൊല്ലം കൊണ്ട് CPM ആണ് ഭരിക്കുന്നത്. ഈ പറയുന്ന വികസനം എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്രം കൊണ്ടുവന്ന വികസനത്തിനകത്തുള്ള മേൽപ്പാലവും റോഡും അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഇത് മേടിച്ചത് അവർ ആഗ്രഹിക്കുന്നത് പോലെ പോലും വികസിപ്പിച്ചിട്ടില്ല. എന്നെങ്കിൽ പോലും ഇപ്പം തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇത് വേണ്ട രീതിയിൽ RC പറഞ്ഞതുപോലെ ഓരോ വാർഡിലും ഞാൻ ആ വാർഡിനുതകത്തക്ക രീതിയിലേക്കുള്ള വികസനം, ജനത്തിനും വാർഡിനും പ്രദേശത്തിനും ഉതകത്തക്ക രീതിയിലേക്കുള്ള ഓരോ വാർഡിനും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാസ്റ്റർ പ്ലാൻ ക്രോഡീകരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ ലോക നിലവാരത്തിൽ ചർച്ച ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു വികസന പദ്ധതി, അത് എൻ്റെ കാഴ്ചപ്പാടിനപ്പുറം ആ കാഴ്ചപ്പാടിൻ്റെ കൂടെയുള്ളത് നരേന്ദ്രമോദി. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇലക്ഷൻ മുമ്പ് പറഞ്ഞാണ് നരേന്ദ്രമോദി 45 ദിവസിക്കാം അവിടെ എത്തുകയാണെന്ന് അദ്ദേഹം ആദ്യം നരേന്ദ്രമോദി വന്നായിരിക്കും വികസന രേഖ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കി. പ്രധാനമന്ത്രിക്ക് ഇതാന്ന ജോലി, പ്രധാനമന്ത്രിക്ക് ഇതും ജോലിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് ഒരു വാർഡിലെ വിഷയവും ജോലിയാണ്. അത് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പലയിടത്തുമുള്ള ശ്രദ്ധയിൽ നിന്നും ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് ജയിച്ചു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ ജയിച്ചതിന് ഈ ഒരു നരേന്ദ്രമോദിയെ പോലെ ഉള്ളവർ ട്വീറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. അതുകൊണ്ട് വികസന രേഖയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ നരേന്ദ്രമോദിയുടെയും കേന്ദ്രത്തിനും കൃത്യമായ പങ്കുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടെ വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തമിഴ്നാട്ടിലൂടെ വരും. ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അത്രയ്ക്ക് വലിയൊരു പരിപാടിയായിരിക്കും. തമിഴ്നാട്ടിലെ അവിടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പര്യടനത്തിൻ്റെ സമാപന ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി പങ്കെടുക്കും എന്നുള്ള വാർത്തകളുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും. അത് വലിയൊരു സമ്മാനം. തിരുവനന്തപുരം അതിശയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ ആ കോർപ്പറേഷൻ പിടിക്കുന്ന ആൾക്ക് തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളം പിടിക്കാൻ പ്രയാസമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മാത്രമല്ല അടുത്ത പ്രാവശ്യം ഇവിടെ ഏറ്റവും കൂടുതൽ ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ ഇതുവരെയുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ UDF, LDF, UDF, LDF. ഇതിനകത്ത് ഈ പറയുന്ന BJP ഇപ്പം വൻ ശക്തിയായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ ഒരുപക്ഷെ അവർക്ക് പഞ്ചായത്തുകളുടെ എണ്ണം കൂടുന്നു, വാർഡുകൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ കൂടുന്നു. അപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് മൂന്നാമത് പിടിക്കാൻ ഇരിക്കുന്ന മോദിയും അല്ലെങ്കിൽ ഈ 2 കൊല്ലത്തെ ഭരണം മാറ്റിയിട്ട് UDF അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനകത്തൊരു പ്രതീക്ഷ നൽകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇരിക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് പിണറായിക്കും ഒരു പക്ഷേ ഈ പറയുന്ന VD സതീശനും ഒക്കെ അവർക്ക് അവിടുത്തെ വികസനം
ഈ ഇത്ര ദിവസങ്ങൾക്കകം അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നാൽ ഇന്നതിനതാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ, ഇപ്പൊ ഇലക്ഷന് മുമ്പ് തന്നെ സംവിധാനത്തിൽ എന്താണ് കേന്ദ്രത്തിന്റെ വികസനം, എന്താണ് കേന്ദ്രം ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന്റെ ഒരു സംവിധാനത്തിൽ തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് പ്രചരണം നടത്തിയത്. ഇതേ രീതിയിലേക്കുള്ള ഒരു പ്രചരണം എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത്, അത് ബോധ്യമുള്ള ഒരാൾ, പറഞ്ഞാൽ നടത്തുന്ന ഒരാൾ, വിശ്വാസ്യതയുള്ള ഒരാൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഇന്നുള്ളത് പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹം അവിടെ വന്നത് പറയുന്ന ഒരവസ്ഥ വന്നാൽ മോദി സമ്മാനവുമായി ഒരുപക്ഷെ കേരളത്തിൽ എത്തുന്നു എന്ന് വേണം കരുതാൻ. തിരുവനന്തപുരത്തു നിന്ന്, അല്ലെങ്കിൽ ജനം ഏൽപ്പിച്ചത് തിരുവനന്തപുരമാണ് ആദ്യം, അവിടെ നിന്ന് തുടങ്ങാം. ആ തുടക്കം കണ്ട് BJPയുടെ കൂടെ എല്ലാ ആൾക്കാരും എത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് RC ശ്രമിക്കുന്നത്. RC അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടില്ല, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടറിനകത്തൊക്കെ ഉള്ള ഒരു സങ്കടം കണ്ടില്ലയോ, RCയെ വെട്ടി മുരളീധരൻ VV രാജേഷിനെ അല്ലെങ്കിൽ ചെയർമാനാക്കി. അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ബാക്കി പല പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലും കോൺഗ്രസിന് കിട്ടിയെടുത്ത് 16 ചെയർമാന്, 17 ചെയർമാന്, അത് 3 മാസം ഒരു ചെയർമാന്, അടുത്ത 3 മാസം ഒരു ചെയർമാൻ, ഇങ്ങനെ തീരുമാനിക്കേണ്ടി വരുമ്പോൾ, പരസ്യമായിട്ട് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിക്ക് തീരുമാനിക്കാൻ പറ്റാതെ വരുമ്പോൾ, മതമേലധ്യക്ഷന്മാരും മുക്രികളൊക്കെ ചെയർമാന്മാരെ തീരുമാനിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ പാർട്ടിക്കകത്ത് ഈ വലിയ പാർട്ടി ആകുമ്പോൾ പല ചർച്ചകളും വരും, മനസ്സിലാവുന്നുണ്ട്. ഇന്നാളാവും ചെറുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യും, നമ്മൾ ചർച്ച ചെയ്തില്ലേ. തീരുമാനം അവസാനം പാർട്ടി എടുക്കുന്നത്. ആ തീരുമാനത്തിനകത്ത് ഇപ്പൊ വീരാശി ഇന്നലെ വരെ ഒരുപക്ഷെ അവിടുത്തെ മുരളീധരന്റെ കൂടെയും, മുരളീധരൻ തിരുവനന്തപുരത്തുള്ള ആളല്ലേ, മുരളീധരന്റെ കൂടെയും അല്ലെങ്കിൽ സുരേന്ദ്രന്റെ കൂടെയൊക്കെ നടക്കാൻ സംസ്ഥാന പ്രസിഡന്റാണ്. തലസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ഇപ്പൊ RC വരുമ്പോൾ RCയുടെ കൂടെ കാണും. കാരണം തലസ്ഥാനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയുടെ ആയാലും നമ്മൾ പറയുന്ന പോലെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത തലസ്ഥാനത്തെ പ്രസിഡന്റാ. അപ്പൊ തിരുവനന്തപുരത്തെ പ്രസിഡന്റാണ്. കാരണം അയാൾക്കാണല്ലോ കൂടുതൽ റോള്. തലസ്ഥാനത്തായിരിക്കും ഇന്ത്യയിലെ തലസ്ഥാന കാര്യാലയം. അപ്പൊ അയാൾക്ക് വലിയ റോളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇതിനകത്ത് സുതാര്യമായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് പോകാതിരിക്കുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഉള്ളതിനെക്കാട്ടി വ്യഗ്രതയും താല്പര്യവും അങ്ങനെയല്ലെന്ന് ജനത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഈ റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകൾ എടുക്കുന്ന പണി, അല്ലെങ്കിൽ ചില കണ്ടിട്ടില്ലേ ഈ ചാനൽ എടുക്കുന്ന പണി, അപ്പൊ അതൊന്നും ആയിരിക്കത്തില്ല. മോദി തീരുമാനിക്കുന്നു, മോദി വരുന്നു, മോദി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. കെ മുരളീധരൻ പറഞ്ഞ പോലെ മോദി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. അങ്ങനെ മോദിക്ക് എനിക്ക് കഴിയും. പഞ്ചായത്തിലെ മാസ്റ്റർ പ്ലാൻ മോദി തയ്യാറാക്കും, ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ മോദി തയ്യാറാക്കും, ലോകത്തിന്റെ മാസ്റ്റർ പ്ലാനും മോദി തയ്യാറാക്കും. അതാ ഇപ്പൊ കണ്ടോണ്ടിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാനൊരു 2 സംശയങ്ങൾ ചോദിച്ചോട്ടെ. നമ്മുടെ ചിരകാല അഭിലാഷമാണ് ഫയലിംഗ് സൗകര്യങ്ങളോട് കൂടിയ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച്. ഇപ്പം കോർപ്പറേഷൻ്റെ ചുമതലയല്ല, പക്ഷേ മോദി വിചാരിച്ചാൽ നടക്കും. മോദി വിചാരിച്ചാൽ കാരണം ഇച്ഛാശക്തിയോട് നടപ്പാക്കും. മറ്റൊന്ന് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. സ്ഥലമില്ലെന്നും പറഞ്ഞ് നിർത്തലാക്കിയിരിക്കുക. മോദി വിചാരിച്ച സ്ഥലം ഉണ്ടാവും, ഇല്ലാത്ത സ്ഥലത്ത് സ്ഥലം ഉണ്ടാവും. ആന വന്നു കഴിഞ്ഞാൽ ഏത് ആൾക്കൂട്ടത്തിനാണ് സ്ഥലം ഉണ്ടാവും, അതുപോലെ വരും. അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. നമുക്ക് കോർപ്പറേഷൻ്റെ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങൾ അത് വന്ന് തിരുവനന്തപുരം എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ ഒരു തിലകക്കുറിയാക്കാനുള്ള ശ്രമങ്ങളിലൂടെ ഇന്ത്യയിലെ മഹാനഗരങ്ങളിൽ ഒരു 3ാം സ്ഥാനത്തെങ്കിലും നിൽക്കുന്ന നഗരമായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങളുണ്ടാകും. കാരണം BJPയുടെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. കേരളത്തിലേക്ക് അവർക്ക് കടക്കാനുള്ള ഒരു പരീക്ഷണശാലയാക്കുകയാണ്. അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മാഷിൻ്റെ ഒരു പ്രായോഗികമായ അത് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് അങ്ങനെ ചെയ്തേ മതിയാവത്തുള്ളൂ. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇവിടെ തന്നെ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. RC വികസനത്തിന്റെ കാര്യത്തിൽ അയാൾ ഒന്നിനകത്തും പരാജയപ്പെട്ടിട്ടുള്ളവരാണ്. രാഷ്ട്രീയത്തിലും മന്ത്രിയായിട്ടിരുന്നപ്പോഴും ബിസിനസ്സിലും ഒന്നും അയാൾക്ക് പരാജയമില്ല. അയാൾക്ക് ആ ചിന്തയുമില്ല. പരാജയം എന്നുള്ള ചാനൽ മാനേജർ എന്നുള്ള നിലയിലും നമ്പർ 1 ചാനലാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയുകയും ചെയ്യും. കാരണം അദ്ദേഹം കളിക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന വികസനവും അദ്ദേഹം കാണുന്ന വികസന കാഴ്ചപ്പാടും ഒരു പക്ഷേ ഇന്ത്യക്ക് അകത്ത് നിന്നല്ല, ലോകത്ത് നിന്നാണ്. ലോകരാജ്യങ്ങൾ വികസന കാഴ്ചപ്പാട് നമ്മൾക്ക് നമ്മുടെ ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പറയുന്നതിൽ നിന്ന്, നമ്മൾ അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതിൽ. അപ്പം അദ്ദേഹമൊക്കെ ആ രീതിയിൽ വലിയ വലിപ്പത്തിൽ കാണുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും അതിനെക്കാട്ടി വലിയ എങ്ങനെയാവണം എന്ന് ഈ ലോകം ജിയോ പൊളിറ്റിക്സിൽ നരേന്ദ്രമോദി അത്ഭുതത്തോടു കൂടി കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കരങ്ങളുണ്ടെങ്കിൽ പിന്നെ തിരുവനന്തപുരം എങ്ങനെയാവും? സ്വപ്നതുല്യമായ നഗരത്തിലേക്ക് തിരുവനന്തപുരം വരും. അതിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.